എൻ്റെ കയ്യിലൊരു 5000 രൂപ ഉണ്ടായിരുന്നു. കയ്യിൽ വെച്ച് ചിലവാണ്ടെന്നിട്ട് ഞാനത് കൊണ്ടുപോയി ബാങ്കിൽ ഇട്ടു. അപ്പോഴാണ് ബാങ്കിൽ നിന്ന് എനിക്ക് ഇങ്ങനൊരു മെസ്സേജ് വരുന്നത്, യുവർ അക്കൗണ്ട് ഹാസ് ബീൻ ക്രെഡിറ്റഡ് വിത്ത് 5000. ഇതെന്തുകൊണ്ടാണ് ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞ മെസ്സേജ് വരുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിനു മുന്നേ എന്താണ് ഡെബിറ്റ്, എന്താണ് ക്രെഡിറ്റ് എന്ന് നോക്കിയാലോ. വാട്ട് കംസ് ഇൻ ഡെബിറ്റും വാട്ട് ഗോസ് ഔട്ട് ക്രെഡിറ്റുമാണ്. അതായത് നമ്മൾക്ക് എന്ത് കിട്ടുന്നോ അതിന് നമ്മൾ ഡെബിറ്റ് ചെയ്യും, നമ്മളുടെ ബിസിനസ്സിൽ എന്ത് പോകുന്നുവോ അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഇത് ഓർത്ത് വയ്ക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടി ഉണ്ട്, ഡെറ്റ് ആൻഡ് ക്ലിക്ക്. ഡെറ്റ് അതായത് നമ്മൾ ഡെബിറ്റ് ചെയ്യും എപ്പോൾ, അസറ്റ്, എക്സ്പെൻസ്, ഡ്രോയിങ്സ്, ഇത് മൂന്നും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അതുപോലെ തന്നെ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. പിന്നെയുള്ളത് ക്ലിക്ക്, അതായത് ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ. ഇത് മൂന്നും കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും, ഇത് മൂന്നും കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെബിറ്റും ചെയ്യും. എൻ്റെ കയ്യിലുണ്ടായിരുന്ന 5000 രൂപ, ക്യാഷ് ആയിട്ടുണ്ടായിരുന്ന 5000 രൂപ ഞാൻ കൊണ്ടുപോയി ബാങ്കിലിട്ടു. എൻ്റെ ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് കുറഞ്ഞു, അതായത് അതിനെ ഞാൻ ക്രെഡിറ്റ് ചെയ്യണം. എൻ്റെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ അസറ്റ് കൂടി, അതായത് അതിന് ഞാൻ ഡെബിറ്റ് ചെയ്യണം. ഇതാണല്ലോ ഇവിടെ നടക്കുന്നത്. ഇതേ സമയം ബാങ്കിന്റെ സൈഡിൽ നിന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. ബാങ്കിന് ഞാൻ കൊടുക്കുന്ന 5000 രൂപ എന്ന് പറയുന്നത് അത് അവർക്കൊരു ലയബിലിറ്റി ആണ്. എന്തുകൊണ്ട്? എപ്പോൾ ഞാൻ പോയി ചോദിച്ചാലും ആ പൈസ അവരെ എനിക്ക് തിരിച്ചു തരേണ്ടതായിട്ടുള്ള ലയബിലിറ്റി അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ സൈഡിൽ അതൊരു ലയബിലിറ്റി ആയതുകൊണ്ട് തന്നെ ലയബിലിറ്റി കൂടുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ആ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ മെസ്സേജാണ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതും നിങ്ങളുടെ പാസ്ബുക്കിൽ നിങ്ങൾ കാണുന്ന ക്രെഡിറ്റഡ് 5000 എന്ന് പറഞ്ഞ ആ ഒരു ജേണൽ എൻട്രിയും. അതായത് ബാങ്കിൽ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബുക്കിൽ അത് ഡെബിറ്റ് ആണ്, ബാങ്കിലെ ക്രെഡിറ്റ് നമുക്കൊരു അസറ്റ് ആണ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ബാങ്കുകൾ നമ്മൾക്ക് അയക്കുന്ന മെസ്സേജുകളും നമ്മൾ ബാങ്കിന്റെ പാസ്ബുക്കിൽ കാണുന്ന ജേണൽ എൻട്രികളും ബാങ്കിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ്, അല്ലാതെ നമ്മൾക്ക് വേണ്ടിയുള്ളതല്ല.